മാസം പ്രായമുള്ള കുഞ്ഞിനോടാണ് അച്ഛൻ്റെ ഒരു ക്രൂരതയുടെ വാർത്ത. നടുക്കുന്ന ക്രൂരതയാണ്. റാംപൂരിൽ അച്ഛൻ കുഞ്ഞിനെ തലകീഴായി തൂക്കി നടന്നു. സ്ത്രീധനം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചത്. വിനീത വിജി വിവരങ്ങളുമായി. വിനീത, എന്തൊരു ക്രൂരതയാണ്! ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നോ? നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ കഴിയുന്ന തരത്തിലല്ല ആ ദൃശ്യം. തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 8 മാസം പ്രായമുള്ള കുഞ്ഞിനോടാണ് അച്ഛന്റെ ഈ ക്രൂരത എന്നുള്ളത് തന്നെയാണ്. അത് ഏറ്റവും പ്രധാനമായും പറയേണ്ടത് സ്ത്രീധനത്തിന്റെ പേരിലാണ് ഈ പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ തലകീഴായി തൂക്കി പിടിച്ചുകൊണ്ട് അച്ഛൻ നടന്നു നീങ്ങുന്നത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. UP റാംപൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. ഭാര്യയുടെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമായിരുന്നു തന്റേതെന്നാണ് ഈ പിതാവ് പിന്നീട് പറയുന്നത്. ഈ പരിക്കേറ്റ കുഞ്ഞിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 8 മാസം മാത്രമേ ആ കുഞ്ഞിന് പ്രായമായിട്ടുള്ളൂ. അന്നിങ്ങനെ തലകീഴായി തൂക്കിപ്പിടിച്ചതോടുകൂടി ആ കുഞ്ഞിന്റെ ഇടുപ്പലിന് പരിക്കേറ്റു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയിലാണ് ഇപ്പോൾ ആ കുഞ്ഞുള്ളത്. 2 ലക്ഷം രൂപയും കാറുമാണ് റാംപൂർ സ്വദേശി സഞ്ജു സ്ത്രീധനമായി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത്രയും തുകയും കാറും നൽകാൻ ഭാര്യയുടെ വീട്ടുകാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇയാൾ ഭാര്യയെ നിരന്തരമായി മർദ്ദിച്ചിരുന്നുവെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ സ്ത്രീധനം ലഭിക്കുന്നതിന് വേണ്ടി ഈ ഭാര്യ വീട്ടുകാരെ സമ്മർദ്ദത്തിലാക്കാനായി ഈ 8 മാസം പ്രായമുള്ള കുഞ്ഞിനോട് ഈ അച്ഛൻ അതിക്രൂരമായിട്ട് ഇത്തരത്തിലേക്ക് പെരുമാറിയിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അനുജ സൂചിപ്പിച്ചതുപോലെ അതീവ ഒരു ക്രൂരത തന്നെയാണ് ഈ പിതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തലകീഴായി തൂക്കിപ്പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇടുപ്പലിന് പരിക്കേറ്റ ആ കുഞ്ഞിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അനുജ, ഉത്തർപ്രദേശിലാണ് ഈ കൊടും ക്രൂരത അരങ്ങേറിയത്. 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ തലകീഴായി വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അച്ഛൻ. റാംപൂരിലാണ് സംഭവം ഉണ്ടായത്. ആ കുഞ്ഞിനിപ്പോൾ ഇടുപ്പലിന് പരുക്കേറ്റിട്ടുണ്ട്. കുഞ്ഞ് ചികിത്സയിലാണ്. സ്ത്രീധനം നൽകാത്തതിലുള്ള പ്രതിഷേധമാണ് ഇയാൾ ഈ തരത്തിൽ അറിയിച്ചത്.